ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഏതാ വണ്ടിയെന്ന്. നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ പുതിയ മീറ്റിയോർ 350 ആണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മോഡൽ റോയൽ എൻഫീൽഡ് പുതിയതായിട്ടാണ്. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് മാറ്റങ്ങൾ ഈ വണ്ടിക്കുണ്ട്. പുതിയൊരു സെഗ്മെൻറ്റിലാണ് ഈ വണ്ടി റോയൽ എൻഫീൽഡ് ഇറക്കിയിരിക്കുന്നത്. ഇതുവരെ ഇങ്ങനത്തെ ഒരു മോഡൽ റോയൽ എൻഫീൽഡിൽ ഇതുവരെ വന്നിട്ടില്ല. നമുക്കിന്ന് ഈ വണ്ടി തന്നേക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ JNT ഓട്ടോക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്കമാലിയിൽ കറൂറ്റിലുള്ള ഷോറൂമിൽ നിന്നാണ്. അവർക്ക് തന്നെ ഹ്യൂജ് ആയിട്ടുള്ള ഷോറൂമാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഷർട്ട്സ് റോയൽ എൻഫീൽഡിൻ്റെ ടീഷർട്ട്സും ഷർട്ട്സും ബൂട്ട്സും ഗ്ലൗസും ഹെൽമെറ്റ്സും ജാക്കറ്റും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ റോയൽ എൻഫീൽഡ് ബൈക്കിൻ്റെ ചെറിയ മോഡൽ ടൈപ്പ് സംഭവങ്ങളും ഉണ്ട്. ജാക്കറ്റും ഹെൽമെറ്റും നല്ല പ്രീമിയം ടൈപ്പ് തന്നെ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് വണ്ടി കിട്ടി. നമുക്ക് വണ്ടി തന്നതും ആ വണ്ടി അറേഞ്ച് ചെയ്തതൊക്കെ ജിതിൻ എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഇവിടെ ഷോറൂമിലുള്ള സ്പെഷ്യൽ താങ്ക്സ് ടു ജിതിൻ ചേട്ടൻ. നിങ്ങൾക്ക് ഈ വണ്ടീനെ പറ്റി കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ ജിതിൻ ചേട്ടൻ നമ്പർ ഇവിടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് പുള്ളിനെ വിളിച്ചാൽ പുള്ളി എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് തീർത്ത് തന്നോളും. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. വണ്ടിയിൽ റൈഡ് ചെയ്യുമ്പോൾ തന്നെയുള്ള ഫീൽ വണ്ടിയുടെ വെയിറ്റാണ്. വണ്ടിക്ക് വെയിറ്റ് വന്നേക്കുന്നത് 191 kg മാത്രമാണ്. അത്ര വെയിറ്റില്ല, പേടിക്കുന്ന രീതിയിലുള്ള വെയിറ്റ് ഒന്നുമില്ല. വണ്ടി ഓടി തുടങ്ങിയാൽ പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. വണ്ടി കംഫർട്ടബിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് പോകാം. പിന്നെ നമുക്ക് തോന്നുന്നത് വണ്ടിയുടെ ഹൈറ്റാണ്. വണ്ടിക്ക് സീറ്റ് ഹൈറ്റ് വന്നേക്കുന്നത് 765 mm ആണ്. അതും അത്ര വലിയ സീറ്റ് ഹൈറ്റൊന്നുമില്ല. നമുക്ക് അത്ര വലിയ സീറ്റ് ഹൈറ്റായിട്ടൊന്നും തോന്നത്തില്ല. എന്നാലും ഒരു വണ്ടി എടുക്കുമ്പോൾ എന്തായാലും എല്ലാവരും വന്ന് ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്ത് നോക്കി വണ്ടി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എല്ലാം ബേസിക്കായിട്ട് തുടങ്ങാം. വണ്ടി ഹെഡ് ലാമ്പ്സ് വന്നേക്കുന്നത് ഹെലോജൻ ഹെഡ് ലാമ്പ്സ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് രണ്ടും ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ്. വണ്ടിയുടെ സസ്പെൻഷൻ നോക്കുവാണെങ്കിൽ കിടിലൻ സസ്പെൻഷനാണ്. എന്താ പറയുക, നമ്മൾ ചെറിയ റോട്ടിലൊക്കെ എന്ന് വെച്ചാൽ കട്ടറൊക്കെയുള്ള റോട്ടിൽ പോകുമ്പോൾ ഒരു അടി കിട്ടുകയാണെങ്കിൽ നല്ലോണം എടുക്കുന്നുണ്ട്. നമുക്ക് ഹാൻഡ് മേക്കൊന്നും അങ്ങനെ വലിയ അടി കിട്ടത്തില്ല. ഷോക്ക് അബ്സർ നല്ലോണം എടുക്കുന്നുണ്ട്. 41 mm ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. അടുത്ത വണ്ടിയുടെ ബ്രേക്ക് നോക്കുവാണെങ്കിൽ ഡിസ്ക് ബ്രേക്കാണ്. ഡുവൽ ചാനൽ ABS ആണ്. ഫ്രണ്ടിലെ ഡിസ്കിൻ്റെ സൈസ് വന്നേക്കുന്നത് 300 mm ഡിസ്ക്കാണ്. ബ്രേക്കിൻ്റെ കാര്യമാണെങ്കിലും വണ്ടിക്ക് ഫ്രണ്ട് ബ്രേക്ക് മാത്രം മതി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കിടിലം ബ്രേക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ബ്രേക്കിൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും റോയൽ എൻഫീൽഡ് വരുത്തിയിട്ടില്ല ഈ വണ്ടിയിൽ. അടുത്ത വണ്ടിയുടെ ടയറൊക്കെ നോക്കുവാണെങ്കിൽ വണ്ടിയുടെ ടയറിൻ്റെ സൈസ് ഫ്രണ്ടിൽ വന്നേക്കുന്നത് 100/90/19 വീൽ സൈസ് വന്നേക്കുന്നത് ഫ്രണ്ടിൽ 482.6 mm. ട്യൂബ്ലെസ് ടയേഴ്സാണ്, അലോയ് വീൽസാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് മീറ്റിയോറിൽ 3 വേരിയൻ്റാണ് വന്നേക്കുന്നത്: സൂപ്പർനോവ, സ്റ്റെല്ലാർ, ഫയർബോൾ എന്ന് പറയുന്നത് ഏറ്റവും ലോ വേരിയൻ്റ് ആണ്. സൂപ്പർനോവയാണ് ഏറ്റവും ഹൈയിൽ നിൽക്കുന്ന വേരിയൻറ്റ്. ഇതിൻ്റെ അതിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്നതാണ് സ്റ്റെല്ലാർ. അപ്പോൾ നമുക്ക് ഷോറൂമിൽ സൂപ്പർനോവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർബോൾ ഏറ്റവും ബേസിക് വേരിയൻറ്റിലുള്ളതിൽ ക്രോമി പാർട്സൊക്കെ വളരെ കുറവായിരിക്കും. സൂപ്പർനോവയിൽ വരുമ്പോൾ ഒരുപാട് ക്രോമി പാർട്സ് കൂടുതലാണ്. സൈലൻസറും പിന്നെ അതിൻ്റെ ക്രാഷ് ഗാർഡും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ക്രോമി പാർട്സ് കൂടുതലാണ്. പക്ഷേ ഫയർബോളിലും സ്റ്റെല്ലാറിലും ക്രോമി പാർട്സ് വളരെ കുറവാണ്. അതാണുള്ളൊരു വ്യത്യാസം. പിന്നെ വൈസർ ഫയർബോളിലില്ല. പിന്നെ ബാക്കിൽ പില്ലൻ സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് ചാരി ഇരിക്കാനുള്ളൊരു സംഭവമുണ്ട്. അതും നമ്മുടെ ഫയർബോളിലില്ല. സൂപ്പർനോവയിലാണ് അതെല്ലാം വരുന്നത്. അതാണ് ഈ 3 വണ്ടികളിലൊക്കെ ഉള്ളതായിട്ടുള്ള വ്യത്യാസം. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം, നമ്മുടെ ഫ്രണ്ടിലെ ഹെഡ് ലാമ്പ്സുമ്പോൾ ഒരു ചെറിയ DRLs കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് അടിപൊളിയാണ് ലുക്കും. ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട്. ബാക്കിൽ ടെയിൽ ലാമ്പുമ്പോൾ അങ്ങനത്തെ ഒരു റിങ് കൊടുത്തിട്ടുണ്ട്. ലുക്കിൻ്റെ കാര്യത്തിലൊന്നും ഒരു രക്ഷയില്ല. എന്താ പറയുക, ചെറുതായിട്ടൊരു ഹാർലി ഡേവിഡ്സൻ്റെ ഒക്കെ ലുക്ക് വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ചെറുതായിട്ട്. പിന്നെ വന്നേക്കുന്ന വേറെ മാറ്റമുണ്ട്. സൂപ്പർനോവയുടെ വീലുമ്മ ഒരു മെഷീൻ കട്ട് വന്നിട്ടുണ്ട്. അലോയ് വീൽസുമ്മ ഒരു മെഷീൻ കട്ട്, അത് ഒരു അടിപൊളി ലുക്ക് തന്നെ നമുക്ക് വരുന്നുണ്ട്. ബാക്കി 2 വേരിയൻറ്റിലും സാധാ ഒരു ബ്ലാക്ക് അലോയ് വീൽസാണ് കൊടുത്തേക്കുന്നത്. അടുത്തത് വണ്ടിയുടെ മെയിൻ പാർട്ട് എൻജിൻ നോക്കുകയാണെങ്കിൽ 349 cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എയർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് 20.4 bhp at 6100 rpm. മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 27 Nm at 4000 rpm ആണ്. നല്ല പവറുള്ള എൻജിൻ തന്നെയാണ്. പിന്നെ റോയൽ എൻഫീൽഡ് ഫാമിലി തന്നെ പുതിയതായിട്ടുള്ളൊരു എൻജിനാണ് മീറ്റിയോർ 350 അവർ കൊണ്ടുവന്നിരിക്കുന്നത്.
അപ്പോൾ ഈ എഞ്ചിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഞ്ചിനിൽ നമ്മുടെ ഈ വണ്ടി മറ്റു വണ്ടികളിനേക്കാളും വൈബ്രേഷനും ഹീറ്റിങ്ങും എല്ലാ കാര്യങ്ങളും കുറവാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ എഞ്ചിന് കൗണ്ടർ ബാലൻസ് ഷാഫ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് നല്ലൊരു സ്റ്റെബിലിറ്റിയാണ് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റി എന്നാണ് കറക്റ്റായിട്ട് തന്നെ പറയുന്നത്. വണ്ടി മെയിനായിട്ടും ഈസി ക്രൂസിംഗ് എന്നാണ് പറയുക. ഈസി ക്രൂസിംഗ് എന്ന് വെച്ചാൽ ഈസി ആയിട്ട് ക്രൂസ് ചെയ്ത് പോകാം. അത് തന്നെ ഈസി ക്രൂസിംഗ് മോഡലൊക്കെ ആയിട്ടാണ് വണ്ടി ഇറക്കിയിരിക്കുന്നത്. അടുത്തത് വണ്ടിയുടെ എക്സോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ സൂപ്പർനോവയിലെ എക്സോസ്റ്റ് ഫയർബോളും ഷെല്ലാറിലും ഒക്കെ എക്സോസ്റ്റ് വന്നേക്കുന്നത് നല്ല നീട്ടത്തിലുള്ള വലിയൊരു എക്സോസ്റ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ വണ്ടിയുടെ സൗണ്ട് ഞാനും ജസ്റ്റ് കേൾപ്പിച്ച പിന്നെ വണ്ടിക്ക് പുതിയ ടൈപ്പ് സ്വിച്ച് വന്നിട്ടുണ്ട്, റോട്ടറി സ്വിച്ചസ്. ഞാൻ ഈ വണ്ടിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻജിൻ ഓഫ് ചെയ്യുന്നതും ഓൺ ആക്കുന്നത്, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിച്ചും പിന്നെ ഇപ്പോൾ സൈഡിൽ ഡിമ്മും ബ്രൈറ്റും പാസും. ഈ രണ്ട് സ്വിച്ചുകൾ റോട്ടറി സ്വിച്ചസ് ആയിട്ട് ഒറ്റൊരു റോട്ടറി സ്വിച്ചസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട്. അടുത്തത് ബാക്കിൽ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ട്വിൻ ട്യൂബ് എമിനിഷൻ ഷോക്ക് അബ്സോർബർ വിത്ത് 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. ഷോക്ക് അബ്സർ അടിപൊളിയാണ് ബാക്കിലത്തെയും. അതിനെ പറ്റിയൊന്നും കവയില് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും പറയാനില്ല. കിഡിലും ഷോക്ക് അബ്സറാണ്. പിന്നെ ബാക്കിലെ ഡിസ്കിൻ്റെ സൈസ് വന്നേക്കുന്നത് 270 mm ഡിസ്ക്കാണ്. ബാക്കിൽ നിന്നൊരു ലുക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ബാക്കിൽ നിന്നൊരു ലുക്ക്. ബാക്കിലത്തെ ടെയിൽ ലാമ്പ്സും കാര്യങ്ങളെല്ലാം LED ആണ്. ബൾബ് ഇൻഡിക്കേറ്റേഴ്സാണ്. ടെയിൽ ലാമ്പ് LED ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാക്കിൽ ലൈറ്റുമേ ഒരു ചെറിയ റിങ് വന്നിട്ടുണ്ട്. അത് വണ്ടിക്ക് ഒരു കിഡിഷൻ ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് അടിപൊളി സാരി കാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമ്മുടെ അമ്മേനെയൊക്കെ വെച്ചിട്ട് പോകാൻ ഏറ്റവും കംഫർട്ടബിൾ ആട്ടോ. അതിൻ്റെ കാര്യത്തിലൊന്നും ആരും പേടിക്കണം. ചിലർക്കൊരു സംശയമൊക്കെ ഉണ്ട്, അമ്മേനെ വെച്ചിട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ വണ്ടികളിൽ. അപ്പോൾ ഈ വണ്ടിയിൽ നമുക്ക് നമ്മുടെ അമ്മേനെയൊക്കെ വെച്ചിട്ട് പോകാം. ബാക്കിൽ സൈഡിൽ സാരി ഗാർഡും പിന്നെ സൈഡ് തിരിഞ്ഞിരിക്കുന്നവർക്ക് കാല് വയ്ക്കാനുള്ള സംഭവം എല്ലാം വന്നിട്ടുണ്ട് വണ്ടിയിൽ തന്നെ. പിന്നെ വണ്ടിക്ക് അടിപൊളി ഒരു ക്രാഷ് ഗാർഡും വന്നിട്ടുണ്ട്. വണ്ടി ഒന്ന് ചെരിഞ്ഞു വീണാൽ നമ്മുടെ വണ്ടിയുടെ ടാങ്കിനും കാര്യങ്ങൾക്ക് ഒന്നും പറ്റാണ്ടിരിക്കാൻ ഒരു കിടിലൻ ക്രാഷ് ഗാർഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ഗിയർ നോക്കുകയാണെങ്കിൽ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. നല്ല സ്മൂത്ത് ഗിയറാണ്, ടക്ക് നിടാം. പിന്നെ വണ്ടിയുടെ ഫൂട്ട് റെസ്റ്റ് നമ്മൾ റൈഡർക്ക് ഇരിക്കാനുള്ള ഫൂട്ട് റെസ്റ്റ് കുറച്ച് ഫോർവേഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോർവേഡായിട്ട് കാല് വെച്ച് അടിപൊളിയായിട്ട് നല്ല ലോങ് പോകാനൊക്കെ കറക്റ്റ് ഒരു പൊസിഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. സീറ്റൊക്കെ നല്ല വൈഡ് സീറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് സീറ്റാണ്. പില്ലിൻ സീറ്റാണെങ്കിലും റൈഡ് സീറ്റാണെങ്കിലും അത്യാവശ്യം കിടിലമാണ്. ഹാൻഡിലായാലും നല്ല വൈഡ് ഹാൻഡിൽ തന്നെയാണ്. മിറേഴ്സ് നല്ല വിസിബിലിറ്റി തരുന്നുണ്ട്, അത്യാവശ്യം വലിയ മിറേഴ്സാണ്. പിന്നെ വിൻഷീൽഡ് അത്യാവശ്യം നല്ല വലിയൊരു വിൻഷീൽഡാണ്. അത് അത്യാവശ്യം നല്ലോണം വിൻഡ് പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. വണ്ടിക്ക് വൈബ്രേഷനും ഹീറ്റിങ്ങും എല്ലാം കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ, പുതിയൊരു എഞ്ചിനാണ് റോയൽ എൻഫീൽഡ് ഇതിൽ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ വൈബ്രേഷനും ഹീറ്റിങ്ങും എല്ലാം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ വൈബ്രേഷനും ഹീറ്റിങ്ങും ഒന്നും ഇല്ലയെന്ന് പറയാം. വൈബ്രേഷൻ വരുന്നത് നല്ല RPM കയറുമ്പോൾ മാത്രം, നമ്മൾ ടോപ്പ് എൻഡൊക്കെ എടുത്ത് നല്ല RPM കയറുമ്പോൾ മാത്രം ഫൂട്ട് റെസ്റ്റിലേക്ക് ചെറിയ രീതിയിലൊരു വൈബ്രേഷൻ വരുന്നുണ്ട്. അത് ഏതൊരു വണ്ടിക്കാണെങ്കിലും ടോപ്പ് എൻഡൊക്കെ കയറുമ്പോൾ ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻ ഉണ്ടാകും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി എല്ലാ സൈഡും നോക്കുകയാണെങ്കിൽ വണ്ടി കിടിലമാണ്. റോയൽ എൻഫീൽഡ് ഫാമിലി ഇറക്കിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും കിടിലം വണ്ടി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഹിമാലയൻ്റെ ആ ഒരു സെഗ്മെൻറ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി കിടിലമാണ്, കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റും. പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്, വണ്ടിയുടെ ടയറാണ്. ബാക്കിൽ ടയറിന് വിഡ്ത്ത് കൂടുതലാണ്. 17 ഇഞ്ച് ടയേഴ്സാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടിക്ക് ടയറിന് വിഡ്ത്ത് കൂടുതലായിട്ട് തന്നെ വണ്ടിക്ക് നല്ല ഒരു റോഡ് ഗ്രിപ്പ് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു റോഡ് ഗ്രിപ്പ് തന്നെ വണ്ടിക്ക് കിട്ടുന്നുണ്ട് ആ ബാക്കിൽ ടയറിന് വിഡ്ത്ത് ഉള്ളതുകൊണ്ട്. വണ്ടിയുടെ മൈലേജ് നോക്കുകയാണെങ്കിൽ ഒരു 40 to 41, 45 താഴെ, 40ക്കും 45നും ഇടയിലൊക്കെ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി വന്നിരിക്കുന്നത് 15 ലിറ്റേഴ്സാണ്. അത്യാവശ്യം നല്ലൊരു ടാങ്ക് തന്നെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് വണ്ടിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടാണ് വണ്ടി 3 വേരിയൻറ്റിലാണ് വന്നിരിക്കുന്നത്: ഫയർബോൾ, സ്റ്റെല്ലാർ, സൂപ്പർനോവ. അപ്പോൾ ഏറ്റവും ബേസ് മോഡൽ ഫയർബോളിന് വന്നിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 2,07,000 ആണ് ഓൺ റോഡ്. പിന്നെ സ്റ്റെല്ലാറിന് വന്നിരിക്കുന്നത് 2,13,000 ആണ് ഓൺ റോഡ്. പിന്നെ സൂപ്പർനോവയ്ക്ക് വന്നിരിക്കുന്നത് 2,24,000 ആണ്. ഇങ്ങനെയാണ് റേറ്റ് വന്നിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ സർവീസൊക്കെ നോക്കുകയാണെങ്കിൽ 4 ഫ്രീ സർവീസാണ് ഉള്ളത്. ഫസ്റ്റ് സർവീസ് 500 km അല്ലെങ്കിൽ 45 ഡേയ്സിലാണ്. ഓയിൽ ചേഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെന്തോ 1,200 സംതിങ്. ഇപ്പോൾ അതൊന്നും ആയിട്ടില്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ 1,200 ആ ഒരു രീതിയിലൊക്കെ വരും.
പിന്നെ വരുന്ന സർവീസ് എന്ന് പറയുന്നത് 5,000, 10,000, 15,000-ലാണ്. അപ്പോൾ പിന്നെന്താ, ഈ വണ്ടിയുടെ ടോപ്പ് എൻഡും കാര്യങ്ങളൊന്നും കാണിക്കേണ്ട കാര്യമില്ല, കാരണം ഈ വണ്ടി അങ്ങനത്തെ ഒരു യൂസിനുള്ള വണ്ടിയല്ല. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നമ്മൾ വണ്ടിക്ക് ബ്ലൂടൂത്ത് കണക്ഷനൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നാവിഗേഷനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ നമുക്ക് അടിപൊളിയായിട്ട് ഗൂഗിൾ വിത്ത് കണക്ട് എന്നൊക്കെ വണ്ടി ഓൺ ആക്കുമ്പോൾ വരും. അതെങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ 4 അടിയിൽ 4 ഓപ്ഷനാണ് കാണിക്കുക. അതിൽ നാവിഗേറ്റ് എടുക്കാം. നാവിഗേറ്റിൽ ഇവിടെ ഒരു ഹെൽമെറ്റിൻ്റെ കളറുണ്ട്, അതുമ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അലൗ കൊടുക്കാം. അപ്പോൾ ബ്ലൂടൂത്ത് ഓപ്പൺ ആവും. ബ്ലൂടൂത്ത് ഓപ്പൺ ആയിട്ട് ഇതിലേക്ക് കണക്റ്റ് ആവും. ഇപ്പോൾ ഓൾറെഡി കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലൂടൂത്ത് തന്നെ തന്നെ അത് ഓൺ ആയിരിക്കും. ഒന്നുകൂടെ സ്കാൻ ചെയ്യാം. അപ്പോൾ ഇവിടെ കാണിക്കും. കേട്ടോ, ഓക്കെ. അപ്പോൾ ഇതിലൊരു കോഡ് കാണിക്കും. 6 ഡിജിറ്റ് കോഡാണ്. ആ കോഡ് ഇവിടെ അടിച്ചു കൊടുക്കാം. 7098220. കണക്ട് കൊടുക്കാം. അവിടെ ഗ്രീൻ ആവും. ഇവിടെയും പെയറായി ഗ്രീൻ കളറാവും. ഇവിടെയും ഗ്രീൻ ആവും. ഇത് നമുക്ക് ഡയറക്ഷൻ കിട്ടും. ഒരു ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രോപ്പ് പോയിന്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ അങ്കമാലി ആണെങ്കിൽ അങ്കമാലി കൊടുക്കാം. അപ്പോൾ ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എല്ലാ ടേൺ ബൈ ടേൺ നാവിഗേഷനും നമുക്ക് കാണിക്കും. അവസാനം നമുക്കത് ക്ലോസ് ചെയ്യുമ്പോൾ വെച്ചാൽ റൂട്ട് എൻഡ് ചെയ്യുമ്പോൾ ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മിനിമം ഓടിയ നോർമൽ ഓടിയ ആവറേജ് കിലോമീറ്റർ സ്പീഡ് അതെല്ലാം കാണിക്കും. കാണിക്കില്ലൊക്കെ റെഡായി കണക്ഷൻ കണക്റ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ മീറ്ററിന്മേൽ ഹെൽമെറ്റിൻ്റെ ഒരു പടം ഉണ്ടാവും. അത് ആദ്യം റെഡ് ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് ഗ്രീൻ ആവും. ഗ്രീൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ സംഭവം സക്സസ്, സംഭവം കണക്റ്റായി. എന്നിട്ട് നമ്മൾ അതിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഡെസ്റ്റിനേഷനും കാര്യങ്ങളൊക്കെ അടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവുക. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നല്ല, വണ്ടി എടുത്ത് പോവുക. നമുക്ക് കറക്റ്റായിട്ടുള്ള നാവിഗേഷൻ നമുക്ക് എവിടെ എത്തേണ്ട സ്ഥലത്ത് നമ്മുടെ റോയൽ എൻഫീൽഡ് മീറ്റിയർ കൊണ്ടെത്തിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടീനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ജിതിഞ്ഞാൻ്റെ നമ്പർ, ഷോറൂമിൽ ജിതിഞ്ഞാൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പുള്ളിനെ വിളിച്ചാൽ പുള്ളി എല്ലാം പറഞ്ഞുതരും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു.